കേൾക്കാൻ മാത്രം പറ്റുന്ന റേഡിയോയെക്കുറിച്ച് മാത്രമേ നമുക്ക് പലർക്കും പരിചയമുള്ളൂ. എന്നാൽ ആശയവിനിമയം നടത്താൻ പറ്റുന്ന ഹാം റേഡിയോയെക്കുറിച്ച് പലർക്കും പരിചിതമല്ല. അതിനെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തും സനൽദീപ് എന്ന റിട്ടയർഡ് ബാങ്ക് മാനേജർ. പിന്നെ ചെറിയ ഡെമോൺസ്ട്രേഷൻ അവിടെ അപ്പോൾ ഒന്ന് നെക്സ്റ്റ് ആവണം പറഞ്ഞാൽ മതി. ജോയിന് വിളിക്കാൻ കാരണം വെച്ചാൽ നല്ല സിഗ്നലാണല്ലോ, നല്ല ഓഡിയോ ആണ്. ഞാൻ വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ജോയ് ജൂലിയറ്റ് ഓസ്കാർ യാങ്കി. അപ്പൊ ഇതൊരു ഹോബിയാണ്, ലോകത്തിലെ നമ്പർ 1 ഹോബി എന്നൊക്കെ പറയാം. ഇതിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നമ്പർ 1 ആണ്. എൻ്റെ പേര് സനൽദീപ് ആണ്. എനിക്ക് ലൈസൻസ് കിട്ടുന്ന 1990-ലാണ്. ഹാം റേഡിയോ, റേഡിയോ ലിസണിൽ വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു പണ്ടേ, വളരെ മുന്നേ. ഒരു 75 കാലങ്ങളിൽ തന്നെ ലോകമെമ്പാടുള്ള റേഡിയോ സ്റ്റേഷൻ കേൾക്കും സാറിന് റേഡിയോയിൽ. ഹാം റേഡിയോ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് കേൾക്കുക മാത്രമല്ല, അങ്ങോട്ട് സംസാരിക്കാം. ഇപ്പോൾ റേഡിയോ സ്റ്റേഷനൊക്കെ ആണെങ്കിൽ നമുക്ക് കേൾക്കാൻ മാത്രമേ പറ്റുള്ളൂ, പക്ഷേ ഇതിൽ അങ്ങോട്ട് സംസാരിക്കാം. അതായത് സന്ദേശം, വിദ്യാഭ്യാസം, പഠനം എന്നീ കാര്യങ്ങൾ ഒരു നിശ്ചിത ആവൃത്തിയിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനൊരു ഉപാധിയാണിത് ഹാം റേഡിയോ. ഇതെനിക്ക് തോന്നുന്നു ആദ്യത്തെ സോഷ്യൽ മീഡിയയാണ് ഹാം റേഡിയോ. ഇതിൽ നമുക്ക് തേർഡ് പാർട്ടി മെസ്സേജ് ഒന്നും പാടില്ല. ഈ കാര്യമായിട്ട് അത് ടെക്നിക്കൽ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, വെതർ കണ്ടീഷൻ, പിന്നെ അതുപോലെ തന്നെ ഈ പ്രകൃതി ദുരന്ത സമയത്ത്, വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, അതുപോലത്തെ സുനാമിക്ക് വരുന്ന സമയത്ത് എല്ലാ കമ്മ്യൂണിക്കേഷനും നശിച്ചു പോകും. ആ സമയത്ത് ഹാം റേഡിയോയാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇതൊരു റേഡിയോയും ഒരു ട്രാൻസ്സീവറും ആൻറ്റനയും ബാറ്ററിയും മതി, നമുക്ക് എവിടെ കൊണ്ടുപോയി വർക്ക് ചെയ്യാൻ പറ്റും. ദുരന്തം വരുന്ന സമയത്ത് നമുക്ക് മൊബൈലിലൊക്കെ നിശ്ചലാവും. കാരണം മൊബൈലൊരു കടലാസ് പോലെയായിരിക്കും. കാരണം എത്രയോ കോളുകൾ പോയിട്ട്, നമുക്ക് പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, കോളുകൾ പോയിട്ട് ഈ മൊബൈൽ നിശ്ചലാവും. കാരണം അതിന് പ്രൊവൈഡറൊക്കെ വേണമല്ലോ. ഹാം റേഡിയോ പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റായി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ദുരന്തം വരുമ്പം നമ്മൾ ആ സെറ്റ് വില്ലേജ് ഓഫീസിലോ അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് കൊണ്ടുവയ്ക്കുക, താലൂക്ക് ഓഫീസിലോ, അവിടെ കൊണ്ടുവച്ചിട്ട് അവിടുന്ന് അതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. കാരണം ആ സമയത്ത് നമുക്ക് ഒരു ദുരന്തം വരുമ്പോൾ, ഇപ്പോൾ ഒന്നുകിൽ എർത്ത്ക്വേക്കോ അല്ലെങ്കിൽ സുനാമി ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എത്ര ആൾക്കാർ അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്, ഈ വിവരം അറിഞ്ഞാലേ നമുക്ക് മരുന്നും കാര്യങ്ങളും എത്തിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം വേണ്ടത് ഹാം റേഡിയോ ആണ്. വയർലെസ് കൂടെ അറിയാൻ വേണ്ടത് മരുന്ന് എത്തിക്കാനുള്ള. അങ്ങനെയാണ് ഹാം റേഡിയോൻ്റെ ഹെൽപ്പ് വരുന്നത്. Roger, P2 Juliet Oscar U3C and bye. Mike Indeco, are you back on frequency? 59+5 to 20 പേര് വരുന്നുണ്ട്. നല്ല കുഴപ്പമൊന്നുമില്ല. കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലൊക്കെ കളക്ട്രേറ്റിൽ അവരെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വിങ് ഉണ്ട്. അപ്പോൾ അവരെ ഒരു ഭാഗമാണ് ഹാം റേഡിയോ. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ വിളിക്കും. അതിൽ റാപ്പിഡ് ടാസ്ക് ഫോഴ്സ് ഉണ്ടാവും, ഫയർഫോഴ്സ് സർവീസ് ഉണ്ടാവും. അങ്ങനെയുള്ളൊരു ഇതാണ്. അപ്പോൾ ദുരന്തം വരുന്ന സമയത്ത് സെക്കൻഡറി കമ്മ്യൂണിക്കേഷനായി ഇത് ഉപയോഗിക്കുക. ഒരു രാജ്യത്തിന് വളരെ ഉപകാരമായ ഒരു സംഘടന ഹാം റേഡിയോ. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ നമ്മളിപ്പം നേപ്പാൾ ദുരന്തം ഉണ്ടായി 2015. ആ സമയത്ത് എല്ലാ കമ്മ്യൂണിക്കേഷനും അവിടെ പോയി ഹാം റേഡിയോ മാത്രമായിരുന്നു. അപ്പോൾ നമ്മളവിടെ ഓൾ ഇന്ത്യ ലെവലിലുള്ള കോർഡിനേഷൻ വന്നു. അവർ അവിടെയുള്ള മെസ്സേജിങ് അതുപോലെ എല്ലാ കാര്യങ്ങളും ഈ ഹാം റേഡിയോ വഴി റിലേ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഒരു ദുരന്തം വരുമ്പം എല്ലാ ഹാംസും ആക്റ്റീവ് ആവും. അത് 24 hours പ്രോഗ്രാമാണ്. അപ്പോൾ അതിലെനിക്ക് ഭാഗമാക്കാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ ബാങ്കിൽ 2 പേര് നേപ്പാൾ പോയിട്ടുണ്ട്. ആ സമയത്ത് 2 പേര് യാതൊരു വിവരമില്ലായിരുന്നു. എനിക്ക് വിവരം കിട്ടി, ഇങ്ങനെ 2 പേര് പോയിട്ട് യാതൊരു വിവരമില്ല. മൊബൈൽ അവിടെ കിട്ടുന്നുണ്ടായിരുന്നു. മൊബൈലിൽ നിശ്ചലമായതുകൊണ്ട് കിട്ടാൻ വഴിയില്ല. അപ്പം അവരെന്നെ ബാങ്കിൽ നിന്ന് തന്നെ അറിയിച്ചു. ഞാൻ വീട്ടിൽ വന്നിട്ട് ഇവരെ പേര്, ഏജ്, എപ്പോഴാണ് അവരെ അവസാനം കോൺടാക്ട് ചെയ്ത് ഈ വിവരം ഹാം റേഡിയോ കൂടെ അറിയിച്ചു കൊടുക്കും. കാരണം ഞങ്ങളെ ഹാംസ് നേപ്പാളിലുണ്ട്, പിന്നെ ഇവിടെ ഇന്ത്യയിൽ റിലൈൻ ചെയ്യും. ഞാൻ ഡയറക്റ്റായിട്ടാണ് കൊടുത്തപ്പോൾ നെക്സ്റ്റ് ഡേക്കാണ് വിവരം കിട്ടിയിട്ടുള്ളത്. ഇവർ ഹോട്ടൽ റെഡിസൺ സുനവാലി എന്ന സ്ഥലത്ത് സേഫായിട്ടുള്ള വിവരം അടുത്ത ദിവസമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു വിവരം ചെയ്യാൻ പറ്റി. ആയിരത്തി 1990-ലാണ് ഞാൻ ലൈസൻസ് കിട്ടുന്നത്. ആ സമയത്താണ് ആദ്യത്തെ എൻ്റെ ട്രാൻസ്സീവർ വാങ്ങുന്നത്. ഒരു ജപ്പാനുള്ള ട്രാൻസ്സീവറാണ് വാങ്ങിക്കുന്നത്. അതിലാണ് ഞാൻ ആദ്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്തത്. പിന്നെ അതിന് ശേഷം വേറെ കുറേ എക്യുപ്മെൻറ്റ്സ്, VHF സെറ്റപ്പ് ഇങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ റേഡിയോ കേൾക്കൽ മാത്രമായിരുന്നു. അപ്പോൾ അതിനുള്ള ഡിജിറ്റൽ റിസീവറൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് വാങ്ങിയത് 1990-ലാണ്. 2016 ലൈസൻസ് കിട്ടിയാണ് എൻ്റെ ലൈസൻസ്. അപ്പോൾ അന്ന് മുതൽ ടിപ്സൊക്കെ എക്സൈസ് ആണ് ചെയ്യാറ്. 2018 ഏകദേശം 33 കൊല്ലത്തോളം ഈ ബ്രോഡ്കാസ്റ്റ് നടത്തിയില്ല. എല്ലാ ഞായറാഴ്ചയും ഇടപെടാതെ നടത്തിയതിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ കയറിയിട്ടുണ്ട്.
അതിനുശേഷം ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കയറി, പിന്നെ വേൾഡ് റെക്കോർഡ് ഇന്ത്യ, അതിനുശേഷം ഗോൾഡൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്, പിന്നെ അറേബ്യൻ വേൾഡ് റെക്കോർഡ്, പിന്നെ അതിനുശേഷം ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ് 2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. കാമൽ ഇൻ്റർനാഷണൽ അവാർഡ്, അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, യൂറോപ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ടൈം വേൾഡ് റെക്കോർഡ് ഫ്രം UK. പിന്നെ ഏറ്റവും അവസാനം കിട്ടിയത് ഇപ്പോൾ കഴിഞ്ഞ 31-ാം തീയതി കനഡ വേൾഡ് റെക്കോർഡാണ് ഏറ്റവും അവസാനം കിട്ടിയത്. അത് ഈ നെറ്റ് 35 വർഷത്തോളം കണ്ടിന്യൂസ് ആയി നടത്തിയാണ് അവാർഡ്. അവസാനത്തെ അവാർഡാണ് കിട്ടിയിട്ടുള്ളത്. മൊബൈൽ ഫോണും ഇൻ്റർനെറ്റും എന്നും വേണ്ട എല്ലാ ആശയവിനിമയ ഉപാധികളും അടഞ്ഞു പോയാൽ പോലും നമ്മുടെ മുന്നിൽ എപ്പോഴും ഹാം റേഡിയോയുടെ തട്ട് മുകളിൽ തന്നെയായിരിക്കും. സജി തറലിനോടൊപ്പം രേഷ്മ സുരേന്ദ്രൻ, അമൃത ന്യൂസ്, കോഴിക്കോട്.